കാറ്റത്തെക്കിൽ കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരീഷ് ഒരു കസ്റ്റമറിന്റെ വണ്ടി നേരെയാക്കി കൊടുത്ത് അയാളെ പറഞ്ഞു വിടുമ്പോഴേക്കും നീതു അങ്ങോട്ട് വരുന്നത് അവൻ കാണുന്നുണ്ട്. അവൻ സന്തോഷത്തോടെ കടയിലേക്ക് കയറി പോകുമ്പോഴേക്കും അത് കണ്ട ടിറ്റോയും എടെ ചന്തുവേ, അപ്പോൾ അതാണ് കാര്യം എന്ന് പറയുമ്പോഴേക്കും ഷോ തുടങ്ങാറായി എന്ന് ചന്തുവും പറയുന്നുണ്ട്. അപ്പോഴേക്കും നീതുവും അങ്ങോട്ട് എത്തുന്നുണ്ട്. ടിറ്റോയും നീതുവിനോടായി നീതു എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ വിശേഷം പറയാനല്ല കാണിക്കാനാ പോകുന്നേ എന്ന് അവളും പറയാണ്. ഇവിടെ കരിയോയിലുണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ് ചന്തു ഒരു ബക്കറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ ആ ബക്കറ്റ് എടുക്കുമ്പോഴേക്കും അയ്യോ എന്തിനാ ഇപ്പൊ കരിയോയിൽ എടുക്കുന്നേ എന്ന് ടിറ്റോയും ചോദിക്കാണ്. ഒരാളുടെ തലയിൽ ഒഴിക്കാനാ. അയ്യോ ചതിക്കല്ലേ പെങ്ങളെ എന്ന് പറഞ്ഞ് ടിറ്റോ ആ ബക്കറ്റ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരുടെ തലയിൽ കരിയോയിൽ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. എക്സിന്റെ തലയിൽ കരിയോയിൽ ഒഴിക്കുന്നതാണോ ഇപ്പോൾ ജെൻസിയുടെ ട്രെൻഡ് എന്ന് ടിറ്റോ ചോദിക്കുമ്പോഴേക്കും ഓൺലൈൻ വന്നാലേ ടൈപ്പിംഗ് എന്ന് കാണിക്കും, ഒരു മെസ്സേജും വരില്ല എന്നവൾ പറയുമ്പോഴേക്കും ഓഹോ അങ്ങനെയാണോ, എന്നാൽ എന്തായാലും കരിയോയിൽ ഒഴിക്കണം, ദാ പിടിക്ക് എന്നും പറഞ്ഞ് അവൾക്ക് ആ ബക്കറ്റ് അവൻ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും ഡാ ടിറ്റോ എന്നൊരു താക്കീതോടെ അവനെ വിളിക്കാണ്. മറുപടി കൊടുക്കാത്തത് എന്താണെന്ന് പറ ബ്രോ എന്ന് ചന്തു പറയുമ്പോഴേക്കും ബ്രേക്കപ്പും പറഞ്ഞ് പോയാക്ക് എന്തിനാ മറുപടി എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാവും, അതിനർത്ഥം എന്നേക്കുമായി പിരിഞ്ഞു പോവുക എന്നാണോ എന്ന് നീതു ചോദിക്കുമ്പോൾ അപ്പോൾ പോയില്ലല്ലേ എന്ന് ചന്തുവും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഞാൻ പോകണമെന്നാണോ ആഗ്രഹം എന്ന് നീതു ചോദിക്കുമ്പോൾ അത് വേണ്ട എന്ന് ചന്തുവും പറയുന്നുണ്ട്. പക്ഷെ മിണ്ടണെങ്കിൽ ആർക്കാ മെസ്സേജ് അയച്ചേ എന്ന് പറയണം എന്ന് നീതു പറയുമ്പോൾ അതെന്റെ ഫ്രണ്ടിനാണെന്ന് പറയടാ ടിറ്റോ എന്ന് ഹരീഷും പറയുന്നുണ്ട്. ഏത് ഫ്രണ്ട് എന്ന് നീതു ചോദിക്കുമ്പോൾ അതെന്റെ പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടിനാ എന്ന് പറ ടിറ്റോ എന്ന് ഹരീഷ് വീണ്ടും പറയുന്നുണ്ട്. ഞാൻ അറിയാത്ത പ്രിയപ്പെട്ട ഫ്രണ്ടോ, നിന്നെ ഞാൻ എന്നും പറഞ്ഞ് നീതു അവിടെയൊക്കെ തെരഞ്ഞ് എന്തോ എടുത്ത് ഹരീഷിനെ എറിയാൻ നോക്കുന്നുണ്ട്. ഞാൻ ആർക്കും മെസ്സേജ് ഒന്നും അയച്ചില്ല എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ടിറ്റോയും നീതുവിനെ തടയുന്നുണ്ട്. ഹരീഷ് വേഗം ചെന്ന് അവളുടെ കയ്യിൽ നിന്നും അതെടുത്ത് താഴെയിട്ട് എന്തോ ആടി ഇത് എന്നവൻ പറയുമ്പോഴേക്കും വേറെ ആർക്കും മെസ്സേജ് അയച്ചില്ല എന്ന് ഉറപ്പാണല്ലോ അല്ലേ എന്നവളും ചോദിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് തന്നെ അയച്ചതാ, പിന്നെ മടി കൊണ്ട് വേണ്ടാന്ന് വെച്ചു. അല്ല എന്താ അയക്കാൻ തുടങ്ങിയേ എന്ന് അവൾ ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞൊരു ചമ്മലോടെ ടിറ്റോയെയും ചന്തുവിനെയും നോക്കുന്നുണ്ട് ഹരീഷ്. ടിറ്റോയും അത് കണ്ട് ചന്തുവെ നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. നീതുവും അല്ല എന്ത് മെസ്സേജ് അയക്കാൻ തുടങ്ങിയേ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ അവനും ഒരു ചമ്മലോടെ അത് പിന്നെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും പറ എന്നവൾ നിർബന്ധിക്കുമ്പോൾ അത് എന്തായിരുന്നു അത് എന്നാലോചിച്ചുകൊണ്ട് വണ്ടിക്കുണ്ട് ഗിയർ, എനിക്കുണ്ട് ഫയർ, നമുക്കില്ല ഫിയർ എന്ന് പറയുമ്പോഴേക്കും അത് കേട്ട് നീതുവും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അത് കണ്ട് ഹരീഷും ഒരു ചമ്മലോടെ അവരാ പറഞ്ഞു തന്നെ എന്നവളോടായി പറയുന്നുണ്ട്. അവിടെ വീട്ടിൽ ഡൈനിങ് ഹാളിൽ മൊബൈൽ നോക്കിയിരിക്കാണ് സുധീഷ്. അപ്പോഴേക്കും നിധി അങ്ങോട്ട് വരുന്നുണ്ട്. സുധീഷേ എന്താ ഇങ്ങനെ തനിയായിരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ തലവേദനയാന്ന് പറഞ്ഞ് കിടക്കാണ്. നികേഷും ഹരീഷും കടയിലേക്കും പോയി, അതാ ഇവിടെ ഇരുന്നേ, എന്താ ചോദിച്ചേ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല വെറുതെ ചോദിച്ചതാ എന്ന് പറഞ്ഞ് നിധിയും ഒരു കസേര എടുത്ത് അവന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു എന്ന് സുധീഷ് മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും ഗോപി പോലീസ് വിളിച്ചിരുന്നോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഏത് ഗോപി പോലീസ് എന്നവൻ ചോദിക്കുമ്പോൾ അവളും ദേഷ്യത്തോടെ അവനൊന്ന് നോക്കാണ്. ഓ ഗോപി പോലീസ്, അയാൾ എന്തിനാ എന്നെ വിളിക്കുന്നേ എന്നവൻ ചോദിക്കുമ്പോഴേക്കും എന്നെ വിളിച്ചിരുന്നു എന്ന് നിധിയും പറയുന്നുണ്ട്. എന്ത് പറ്റി, വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നവൻ ചോദിക്കുമ്പോൾ അതല്ല, ഇപ്പോൾ രണ്ടാമത്തെ തവണയാ വിളിക്കുന്നേ, മുമ്പ് ഡിവോഴ്സിന് വക്കീലിനെ കണ്ടപ്പോഴും കോൾ വന്നിരുന്നു, ഇപ്പോൾ അതാ ഡിവോഴ്സിന് മൂവ് ചെയ്യുമ്പോഴേക്കും വീണ്ടും കോൾ വന്നു, അതാ നിങ്ങളെ വിളിച്ചിരുന്നോ എന്ന് ഞാൻ ചോദിച്ചേ എന്ന് നിധി പറയുമ്പോൾ അത് കേട്ട് സുധീഷും എനിക്ക് കോളൊന്നും വന്നില്ല, അല്ല ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കിക്കൊണ്ട് കോളൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അല്ല എന്തിനാ വിളിച്ചേ എന്നവൻ ചോദിക്കുമ്പോൾ എന്തിനാ ഡിവോഴ്സ് ചെയ്യുന്നേ, എന്താ കാരണം എന്നൊക്കെയാ ചോദിക്കുന്നേ, അല്ല ഈ പോലീസുകാരെന്തിനാ ഇതിന്റെ പുറകെ നടക്കുന്നേ എന്നാ എനിക്ക് മനസ്സിലാവാതെ എന്നവൾ ചോദിക്കുമ്പോഴേക്കും ഇനി ഇതിന്റെ പുറകിലെങ്ങാനും പോവോ എന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അവിടുന്ന് കല്യാണം കഴിഞ്ഞു എന്നത് ശരി തന്നെയാ, എന്ന് വെച്ച് ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ, അല്ല ഈ വിവരങ്ങളൊക്കെ അവരെങ്ങനെ അറിയുന്നേ എന്നാ എന്റെ സംശയം, നിങ്ങളാണോ പറഞ്ഞത് എന്ന് നിധി സംശയത്തോടെ ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ പറയുന്നേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ അയാൾ എന്നെ ചീത്ത വിളിക്കില്ലേ, ആവശ്യമില്ലാത്ത കാര്യം ഞാൻ എന്തിനു ചെയ്യും എന്നവൻ പറയുമ്പോഴേക്കും പിന്നെ ആര് പറഞ്ഞു എന്ന് അവളും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഇനി കോടതിന് വക്കീലെങ്ങാനും വിളിച്ചതായിരിക്കോ എന്നവൻ ചോദിക്കുമ്പോൾ അവര് വിളിക്കില്ല എന്ന് നിധിയും പറയാണ്. അല്ല കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ലേ എന്ന് സുധീഷ് വീണ്ടും പറയുമ്പോൾ ഉറപ്പാണോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഉറപ്പാ, അവർ തന്നെയായിരിക്കും വിളിച്ചു പറഞ്ഞേ, എനിക്കും അങ്ങനെ തന്നെ തോന്നേ എന്ന് സുധീഷ് പറയുമ്പോൾ എനിക്ക് വക്കീലിനെ തന്നെ വിളിച്ചു ചോദിക്കാം എന്ന് നിധിയും പറയാണ്. ഇപ്പോഴോ ഈ സമയത്ത് അവർ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അതൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് നിധി വക്കീലിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. വക്കീൽ കോൾ എടുക്കുന്നില്ല എന്ന് നിധി പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ ഉറങ്ങിക്കാണും എന്ന് സുധീഷും ഒരാശ്വാസത്തോടെ പറയുന്നുണ്ട്. അപ്പോഴേക്കും വക്കീൽ വീണ്ടും തിരിച്ചു വിളിക്കുന്നുണ്ട്. ഹലോ മാം, ഞാൻ നിധിയാ എന്ന് നിധി പറയുമ്പോൾ മനസ്സിലായി, എന്താ കാര്യം എന്ന് അവരും ചോദിക്കുന്നുണ്ട്. അല്ല മാഡം, ഞങ്ങളുടെ കല്യാണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നതാണെന്ന് പറഞ്ഞിരുന്നില്ലേ, മാഡം ഞാനും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാനെന്തിനാ പറഞ്ഞേ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നറിയാനാ എന്ന് നിധി ചോദിക്കുമ്പോൾ ഞാൻ എന്തിനു പറയണം, ഡിവോഴ്സ് എന്താ അത്ര വലിയ കുറ്റാണോ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിപ്പുണ്ടാവും പക്ഷേ ലോക വിവരം തീരെയില്ല, പോലീസിന് ഇതിലൊരു റോളും ഇല്ല, അവരെന്തിനാ ഇതിൽ ഇടപെടുന്നേ
എന്ന് മാഡം പറയുമ്പോഴേക്കും സോറി മാഡം, സോറി ഫോർ ഡിസ്റ്റർബിങ് എന്ന് അവളും പറയുന്നുണ്ട്. ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ മാഡവും കോൾ കട്ട് ചെയ്യാണ്. അവളും കോൾ കട്ട് ചെയ്തുകൊണ്ട് കണ്ടില്ലേ, വക്കീലാരോടും വിളിച്ച് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു നിയമമില്ല എന്നവൾ പറയുമ്പോൾ പിന്നെ ആരാവും പറഞ്ഞത് എന്ന് സുധീഷും സംശയം അഭിനയിക്കുന്നുണ്ട്. അല്ല ഗോപി പോലീസിനെ വിളിച്ച് ചോദിക്കണോ എന്നവൻ പറയുമ്പോൾ എങ്കിൽ ശരി ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക് എന്നവളും പറയാണ്. പെട്ടെന്ന് അവൻ ആകെ കുടുങ്ങിയ പോലെ എൻ്റെ സുധീഷേ, നിന്റെ ഒരു കാര്യം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച്, അല്ല ഇത്ര നേരമായില്ലേ, ഞാനൊരു കാര്യം ചെയ്യാം, നാളെ രാവിലെ നേരിട്ട് കണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ അന്വേഷിക്കാം എന്ന് പറയുമ്പോൾ അത് മതിയോ എന്നവളും ചോദിക്കാണ്. നാളെ ഞാൻ എന്തായാലും ഇതിൻ്റെ പിന്നിൽ ആരാന്ന് കണ്ടുപിടിക്കും, അതുപോലെ ഇന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും സമ്മതിക്കാണ്. എങ്കിൽ ശരി, എനിക്ക് 1-2 കോൾ ചെയ്യാനുണ്ട് എന്നും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. സുധീഷ് പോയി കഴിഞ്ഞതിന് ശേഷം നിധി തന്നെ ഗോപി സാറിനെ വിളിക്കാണ്. ഹലോ ഗോപി സാറല്ലേ, ഡിവോഴ്സ് ചെയ്യരുത് എന്ന് പറഞ്ഞ് വിളിച്ചില്ലേ? ശരി സാർ, സ്റ്റേഷനിലേക്ക് വരാം, നാളെ തന്നെ വരാം എന്നും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. രാത്രിയാകുമ്പോൾ ഹാളിൽ ഉറങ്ങാണ് സുഭാഷും ഹരീഷും നികേഷും. സുധീഷ് അവരെ ആരെയും അറിയിക്കാതെ ചുറ്റും അടിച്ചുവാരി വൃത്തിയാക്കുന്നുണ്ട്. പിന്നീട് അവൻ ഒരു സ്റ്റൂൾ എടുത്ത് വെച്ച് അവൻ അവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് അകത്ത് പോയി 2 കേക്ക് എടുത്ത് വരുന്നുണ്ട്. ഒരു കേക്ക് സ്റ്റൂളിന് മുകളിൽ വെച്ചുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ നിധി എന്ന് വായിച്ച് തറയിൽ വെച്ചിരിക്കുന്ന മറ്റേ കേക്കിലേക്ക് നോക്കി ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിധി, അച്ചോടാ ഉമ്മ എന്നും പറഞ്ഞ് ഫോണിലേക്ക് നോക്കുന്നുണ്ട്. അയ്യോ സമയമായല്ലോ, വിളിച്ചേക്കാം എന്നും പറഞ്ഞ് സുഭാഷിനെയും കൂട്ടരെയും വിളിക്കാണ് അവൻ. അവർ എഴുന്നേറ്റ് വരുമ്പോഴേക്കും മുന്നിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരിയും കേക്കും ഒക്കെ അവർ കാണുന്നുണ്ട്. എന്താ ഇതൊക്കെ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, എടാ ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ നിധിയുടെ പിറന്നാളാ എന്ന് പറയുന്നുണ്ട് ഹരീഷ്. ഏട്ടത്തിയുടെ പിറന്നാളോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, അതെ, രാത്രി 12 മണിയാകുമ്പോൾ നമ്മൾ അവളെ വിളിച്ചുണർത്തി സെലിബ്രേറ്റ് ചെയ്യും എന്നവൻ പറയുമ്പോൾ, അല്ല ഇതൊക്കെ എങ്ങനെ ഏട്ടനറിഞ്ഞു എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, അത് പിന്നെ ഞാൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ പിറന്നാളല്ലേ, ഞാൻ അറിയാതിരിക്കോ എന്നവനും ചോദിക്കുന്നുണ്ട്. പിറന്നാളായിട്ട് ഏട്ടത്തി ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് നികേഷ് പറയുമ്പോൾ, അതിനെന്താ, നമ്മൾക്ക് എല്ലാവർക്കും കൂടി സർപ്രൈസ് കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്യാലോ, വേഗം പോയി മുഖം കഴുകുക എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും അവരെല്ലാവരും പോയി മുഖമൊക്കെ കഴുകി വരുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും സെറ്റപ്പ് എങ്ങനെയുണ്ട് സെറ്റപ്പ് എന്ന് ചോദിക്കാണ്. അടിപൊളിയായിട്ടുണ്ട് എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും എന്നാലേ ഞാൻ പോയി ഏട്ടത്തിയെ വിളിക്കാം എന്ന് നികേഷും പറയുന്നുണ്ട്. അങ്ങനെ നീ പോണ്ട, ഞാൻ പോയിക്കോളാം, നീ പോയാലേ ഇതൊക്കെ നീ ചെയ്തതാണ് അവൾ കരുതും എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഓ അത് ശരി എന്ന് നികേഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും താഴെ വെച്ചിരുന്ന കേക്ക് നോക്കിക്കൊണ്ട് ഇതെന്താ 2 കേക്ക് എന്ന് നികേഷ് ചോദിക്കാണ്. ഇത് നമ്മളെല്ലാവരും കൂടി കൊടുക്കുന്ന സർപ്രൈസ്, താഴെയുള്ളത് ഞാൻ മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് എന്നവൻ പറയുമ്പോൾ അത് കൊള്ളാം എന്ന് നികേഷും പറയുന്നുണ്ട്. അല്ല ഇതിലെ ഹാപ്പി ബർത്ത്ഡേ നിധി, അതിലെ ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിധി എന്ന് ഹരീഷ് വായിക്കുമ്പോഴേക്കും എനിക്ക് പിന്നെ മൈ ഡിയർ എന്നാക്കായിരുന്നില്ലേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എന്ന് സുധീഷ് പറയുമ്പോൾ അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് ഹരീഷും പറയാണ്. അപ്പോഴേക്കും സുഭാഷ് ഏട്ടനും എടാ സമയമായി ചെന്ന് വിളിക്കേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് റൂമിന്റെ ഡോറിൽ പോയി തട്ടാണ്. നിധി വാതിൽ തുറന്ന് എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും സുധീഷും തന്റെ പുറകിൽ പിടിച്ചിരുന്ന ബൊക്കെ എടുത്ത് അവൾക്ക് നീട്ടിക്കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാണ്. നിധി അല്പം അമ്പരപ്പോടെ അത് വാങ്ങിക്കൊണ്ട് താങ്ക് യു, അല്ല ഇതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാം, താൻ വാ എന്ന് പറഞ്ഞ് അവളെ വിളിക്കുമ്പോഴേക്കും അവളും അവന്റെ പുറകെ പോവാണ്. ഹാളിലെത്തുമ്പോഴേക്കും അവരെല്ലാവരും അവളെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്ത് അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. എല്ലാവരും ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യുമ്പോഴേക്കും അവൾ 2 കേക്ക് നോക്കുന്നുണ്ട്. അല്ല ഇതെന്താ 2 കേക്ക് എന്നവൾ ചോദിക്കുമ്പോൾ, ഇത് 2 ഞാൻ വാങ്ങിയതാ, ഇത് എല്ലാരും കൂടി നിധിക്ക് തരുന്നത്, മറ്റേത് ഞാൻ മാത്രം സ്പെഷ്യലായിട്ട് നിധിക്ക് വാങ്ങിയത്, ഇത് മുഴുവൻ നിധി കഴിച്ചോളൂ കേട്ടോ എന്ന് സുധീഷ് പറയുമ്പോൾ, ഇത് മുഴുവനും ഞാൻ കഴിക്കാനോ, എന്തായി പറയുന്നേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ചെറിയ കേക്കല്ലേ നിധി, വണ്ണം വെക്കട്ടെ എന്നവൻ പറയുമ്പോഴേക്കും ഇവനെന്താ വട്ടായോ എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഏട്ടത്തി കേക്ക് മുറിക്കാം എന്ന് നികേഷ് പറയുമ്പോഴേക്കും സുധീഷ് അവളുടെ കയ്യിൽ നിന്നും ബൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. നിധി മെഴുകുതിരിയൊക്കെ ഒതുക്കിയെടുത്ത് കേക്ക് മുറിക്കുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്ത് ഒരു പീസ് എടുത്ത് സുധീഷിന് നീട്ടുമ്പോഴേക്കും വായ നീട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അവളത് അവന് വായിൽ വെച്ച് കൊടുക്കാതെ കയ്യിലേക്ക് കൊടുക്കാണ്. വീണ്ടും കേക്ക് മുറിച്ച് നികേഷിന് നീട്ടുമ്പോഴേക്കും നികേഷ് കൈ നീട്ടുന്നത് കണ്ട് വായി കാട്ടട എന്നും പറഞ്ഞ് ആ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നിധി. സുധീഷും അത് കണ്ട് അസൂയോടെ നികേഷിനെ നോക്കാണ്. പിന്നീട് ഹരീഷിനും സുഭാഷിനും ഒക്കെ നിധി കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അച്ഛൻ അങ്ങോട്ട് വരികയാണ്. എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിക്കുമ്പോൾ, ഇന്നെന്റെ പിറന്നാളാ, കേക്ക് കട്ട് ചെയ്യാ എന്ന് നിധി പറയുമ്പോൾ, ആഹാ പിറന്നാളാണോ, എന്നാലേ ഞാനൊരു പാട്ട് പാടിത്തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഭാസ്കരൻ. ശരി പാടിക്കോ എന്നവർ സമ്മതിക്കുമ്പോൾ, ഭാസ്കരനും കുഞ്ഞുവാ വെക്കുന്നല്ലോ നല്ല നാളെ പിറന്നാള് വാങ്ങി വെച്ചതാരാണ് ഈ തല്ലിപ്പൊളി ക്രീം കേക്ക് എന്ന് അച്ഛൻ പാടുമ്പോഴേക്കും എല്ലാവരും സുധീഷിനെ നോക്കിക്കൊണ്ട് കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഇയാള് ഞാനുണ്ടല്ലോ എന്നവൻ പറയുമ്പോഴേക്കും, ചുമ്മാ പറഞ്ഞതാടാ, ബർത്ത്ഡേ ഒക്കെ അല്ലേ, ഒരു ഫണ്ണൊക്കെ വേണ്ടേ എന്ന് അച്ഛനും പറയുന്നുണ്ട്. അതും പറഞ്ഞ് ചിരിയോടെ നിധിയെ നോക്കി നിൽക്കുന്ന അച്ഛനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി